ഹലോ, അടുത്ത റെസിപ്പിയിലോട്ട് ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യാണ്. കാണുന്ന പോലെ തന്നെ അടിപൊളി മീൻകറിയുടെ റെസിപ്പിയാണ്. കല്യാണ വീട്ടിലെ മീൻകറി, മീൻ മുളകിട്ടത്, മീൻ മുളകിട്ട് വറ്റിച്ചത്, അങ്ങനെയുള്ള കുറേ പേരിൽ അറിയപ്പെടുന്ന ഈ മീൻകറിക്ക് ഒരുപാട് ഫാൻസുള്ള ഒരു മീൻകറിയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ട്യൂണ ഫിഷാണ്. എനിക്ക് തോന്നുന്നു മലയാളത്തിൽ അതിനെ ചൂര എന്നും പറയും തോന്നുന്നു. അപ്പോൾ നമുക്ക് വൈകിക്കേണ്ട, നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. ഒരു കാര്യം കൂടി, ഈ മീൻ കറി നമുക്ക് ഒരു 1.5-2 ആഴ്ച വരെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോകാം. പക്ഷേ അത്രയൊന്നും നിൽക്കില്ല, അത്ര ടേസ്റ്റാണ്, പെട്ടെന്ന് കഴിയും. ഓക്കെ അപ്പോൾ നമുക്കിതേ മൺചട്ടി വെച്ചു, അതിലോട്ട് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു. കോക്കനട്ട് ഓയിൽ നന്നായി ചൂടായിട്ട് വരുമ്പോൾ ഞാൻ അതിലോട്ട് കടുകും ഉലുവയാണ് ആഡ് ചെയ്തത്. ഈ മൺചട്ടിയുടെ ഒരു പ്രശ്നം ആണോ അതോ എനിക്ക് യൂസ് ചെയ്യാൻ അറിയാത്തതാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ എണ്ണയൊക്കെ നന്നായി ചൂടായതിന് ശേഷമാണ് കടുകും ഉലുവയൊക്കെ ഇടാറ്. പക്ഷെ അത് എന്ത് ചെയ്താൽ പൊട്ടാറില്ല. പിന്നെ ഞാൻ കുറേ സർക്കസൊക്കെ കളിച്ചതിന് ശേഷം സ്പൂണൊക്കെ ഇട്ടൊന്ന് ഇളക്കി ടാണ് അതൊന്ന് പൊട്ടുക. പക്ഷേ ചട്ടിയൊക്കെ ഭയങ്കരമായിട്ട് ചൂടായിട്ട് പുകയൊക്കെ വരും. അപ്പോൾ അതിനെന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ. അപ്പോൾ അവിടെ ചട്ടിയൊക്കെ ചൂടായപ്പോൾ ഞാൻ വേഗം ഗാർലിക്കും ഇഞ്ചിയും ഒക്കെ ആഡ് ചെയ്തു. ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്, ഞാനിവിടെ ഫ്രോസണായിട്ട് ഇഞ്ചി സ്റ്റോർ ചെയ്യും, അതാണ് യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ അതിൽ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് കൂടുതലായ കാരണം അടുക്കളയിൽ ഒരു തൃശ്ശൂർ പൂരമായിരുന്നു. അപ്പോൾ ആദ്യമായിട്ട് അടുക്കളയിൽ ഇടുന്നവരാണെങ്കിൽ കുറച്ചൊന്ന് ശ്രദ്ധിക്കാം. പിന്നെ അതിലൂടെ ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്തു. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടിയുടെയും മുളക് പൊടിയും ആഡ് ചെയ്യുമ്പോൾ ഒന്നില്ലെങ്കിൽ തീ ഓഫ് ചെയ്യുക, അല്ലെങ്കിൽ ഭയങ്കര ചെറിയ തീയിൽ വെച്ചിട്ട് ആഡ് ചെയ്യുക. കാരണം നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ മുളക് പൊടി. അത് കരിഞ്ഞു പോയാൽ ഫുൾ കറി ഫ്ലോപ്പായി പോകും. അപ്പോൾ നമ്മൾ അത് ഭയങ്കര കെയർഫുള്ളാവണം. പിന്നെ അതിൻ്റെ പച്ചമണം മാറുമ്പോൾ നമ്മൾ ആ ഒരു എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരും. അപ്പോൾ നമ്മളിത് സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന കുടംപുളി, അതിൻ്റെ വെള്ളവും കൂടി ആഡ് ചെയ്യുക. കുടംപുളി നന്നായി വാഷ് ചെയ്തതിന് ശേഷം വേണം സോക്ക് ചെയ്യാൻ വയ്ക്കാൻ. ഒരു 4-5 പ്രാവശ്യമൊക്കെ അങ്ങോട്ട് വാഷ് ചെയ്തോളൂ. പിന്നെ അതിൻ്റെ തിള വന്ന് തുടങ്ങിയപ്പോൾ ഞാൻ ഒരു കപ്പോ അതിൽ കൂടുതലോ നമുക്ക് ആഡ് ചെയ്യാൻ, നമുക്ക് എന്തോരം ഗ്രേവി വേണം അതിനനുസരിച്ച് ചൂട് വെള്ളമാണ് ആഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ ഉപ്പും കൂടി ആഡ് ചെയ്ത് ഒരു തിള വരണ വരെ ഒന്നും കൂടി വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ നമ്മുടെ തിള വരുമ്പോഴാണ് നമ്മൾ ഫിഷ് ആഡ് ചെയ്ത് കൊടുക്കുക. നല്ല കഴുകി വെച്ചിരിക്കുന്ന നമ്മുടെ ട്യൂണ ഫിഷസ് ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ ട്യൂണ ഭയങ്കര ചെറുതാക്കിയാണ് കട്ട് ചെയ്യുക. എനിക്ക് വലുതാക്കി കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിലൊന്നും മസാല പിടിക്കാത്ത പോലെ തോന്നും. അങ്ങനെ അവരെയൊക്കെ നമ്മൾ ഒരുമിച്ചാക്കിയിട്ടുണ്ട്. ഇനി അവരെ കുറച്ച് നേരം നമുക്ക് സംസാരിക്കാനായിട്ട് വിടാം. പെണ്ണ് കാണാൻ വരുമ്പോൾ ചെക്കനി പെണ്ണിനെ സംസാരിക്കാൻ വിടുമല്ലോ, അതുപോലെ. അപ്പോൾ ഡിസ്റ്റർബ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളതൊന്ന് അടച്ചും കൂടി വെക്കാം. അങ്ങനെ കുറച്ച് നേരമൊക്കെ ഒരു 15-20 മിനിറ്റൊക്കെ കഴിയുമ്പോൾ ആണ് നമ്മുടെ മീൻ കറി റെഡിയാവുക. പക്ഷേ നമ്മുടെ കല്യാണ വീട്ടിൽ അല്ലെങ്കിൽ പെണ്ണ് കാണാൻ വരുമ്പോഴത്തേക്കുള്ള സംഭവം തന്നെ, ഇവരെ നമ്മൾ 15 മിനിറ്റ് ഫുള്ളും അടച്ചിടരുത്. ഇടയ്ക്ക് പോയി ഒന്ന് എത്തി നോക്കിയിട്ട് പറയണം, മോളെ ഇനിയും സമയമുണ്ട് വർത്തമാനം പറയാനായിട്ട്, ഇപ്പം മതിയില്ലേന്ന്. അങ്ങനെ ഡിസ്റ്റർബ് ചെയ്ത് ഇളക്കി കൊടുത്ത് ചെയ്യുന്നത് എന്തിനാ, അടി പിടിക്കാണ്ടിരിക്കാനാണ് കേട്ടോ. അങ്ങനെ ഫൈനൽ നമ്മുടെ മീൻ കറി ഒരു 15-20 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ, ആദ്യത്തെ 5 മിനിറ്റ് ഞാനൊരു ലോ ഫ്ലെയിം ചെയ്തു, ബാക്കിയുള്ള 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇട്ടു. പിന്നെ നമ്മൾ സ്പൂൺ തൊടരുത്, ബിക്കോസ് നമ്മുടെ മീനൊക്കെ നന്നായി വെന്തിട്ടുണ്ടാവും. അപ്പോൾ ഒന്ന് ചട്ടി വെച്ച് ചുറ്റിച്ചെടുക്കാം. കൈ പൊള്ളും, ചട്ടി ഭയങ്കര ചൂടായിരിക്കും. പിന്നെ അവസാനം കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് നമ്മുടെ മീൻ കറി റെഡിയായി. ഓക്കെ, കാണുമ്പോൾ സിമ്പിളാണ്, ഉണ്ടാക്കാനും സിമ്പിളാണ്, പക്ഷേ ഭയങ്കര ടേസ്റ്റാണ്. സിമ്പിളാണ്, പവർഫുള്ളാണ്. നമ്മുടെ ചൂട് ചോറിൻ്റെ കൂടെ ഒരു ഉപ്പേരിയും ഈ മീൻ കറിയും കുറച്ച് ഗ്രേവി എടുത്ത് അങ്ങോട്ട് കുഴച്ച് കഴിക്കുമ്പോഴത്തെ ഒരു സന്തോഷം, അത് കല്യാണ വീട്ടിൽ പോയി കഴിച്ചാൽ എക്സ്ട്രാ ആണ്. എന്നാലും നമ്മുടെ കൊതിയൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇത് ഹെൽപ്പ് ചെയ്യും.